നിങ്ങളോട് അസൂയയുള്ളവരെ തിരിച്ചറിയാനുള്ള 20 ലക്ഷണങ്ങൾ. ചാണക്യനീതി. സുഹൃത്തുക്കളെ, നിങ്ങളുടെ അയൽക്കാരനോ ബന്ധുവോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ആരെങ്കിലും നിങ്ങളോട് സംസാരിക്കാൻ മടിക്കുന്നുണ്ടോ? നിങ്ങളെ കാണുമ്പോൾ അവർ മുഖം തിരിച്ചു നടക്കുന്നുണ്ടോ? എന്തിനാണ് അവർ അങ്ങനെ ചെയ്യുന്നതെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. ഇന്ന് നമ്മൾ വെളിപ്പെടുത്താൻ പോകുന്നത് അവർ നിങ്ങളിൽ നിന്ന് മറച്ചുവെക്കുന്ന ആ രഹസ്യമാണ്. നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. പുറമേ സുഹൃത്തുക്കളായും ബന്ധുക്കളായും അഭിനയിക്കുകയും എന്നാൽ ഉള്ളിന്റെയുള്ളിൽ നിങ്ങളുടെ വിജയത്തിൽ അസൂയപ്പെടുകയും നിങ്ങളുടെ വഴിയിൽ മുള്ളുകൾ വിതറുകയും ചെയ്യുന്ന ആരെങ്കിലും നിങ്ങൾക്ക് ചുറ്റുമുണ്ടോ? ഉണ്ടെങ്കിൽ ഈ വീഡിയോ അവസാനം വരെ കാണുക. നമ്മളോട് അസൂയ വെച്ചു പുലർത്തുന്നവരുടെ 20 ലക്ഷണങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. ഭാരതം കണ്ട ഏറ്റവും വലിയ തന്ത്രജ്ഞനും ബുദ്ധിമാനുമായ ചാണക്യനാണ് നമുക്ക് ഇതിനുള്ള ഉത്തരം നൽകുന്നത്. അതെ, തന്റെ തന്ത്രങ്ങളിലൂടെ ചന്ദ്രഗുപ്ത മൗര്യനെ ചക്രവർത്തിയാക്കുകയും ശത്രുക്കളെ മണ്ണുകപ്പിക്കുകയും ചെയ്ത സാക്ഷാൽ ചാണക്യൻ. ചാണക്യൻ പറയുന്നു, ശത്രുവിനെ തിരിച്ചറിയുക എന്നതാണ് വിജയത്തിലേക്കുള്ള ആദ്യത്തെ പടി. അസൂയയുള്ള വ്യക്തി നിങ്ങളുടെ രഹസ്യ ശത്രുവാണ്. അത് ഓഫീസിലെ സഹപ്രവർത്തകനാകാം, ബന്ധുവാകാം, അല്ലെങ്കിൽ സുഹൃത്തുക്കൾക്കിടയിലുള്ള ആരുമാകാം. അവർ എന്തിനാണ് നിങ്ങളുടെ സന്തോഷത്തിലും വളർച്ചയിലും അസ്വസ്ഥരാകുന്നത്? ഈ വീഡിയോയിൽ നമ്മൾ അസൂയക്കാരുടെ മുഖംമൂടി വലിച്ചുകീറുന്ന 20 ലക്ഷണങ്ങൾ പരിശോധിക്കും. നിങ്ങളുടെ സന്തോഷവും വിജയവും സുരക്ഷിതമായിരിക്കാനും സ്വപ്നങ്ങൾ സത്യമാക്കാനും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ അവസാനം വരെ കാണുക. കാരണം ചാണക്യന്റെ ബുദ്ധി ശത്രുക്കളെ തിരിച്ചറിയാൻ മാത്രമല്ല, അവരുടെ തന്ത്രങ്ങളെ അതിജീവിച്ച് കൂടുതൽ കരുത്തരാകാനും നിങ്ങളെ സഹായിക്കും. തയ്യാറാണോ? എങ്കിൽ നമുക്ക് ചാണക്യന്റെ ലോകത്തേക്ക് കടക്കാം. അവസാനം പറയുന്ന പോയിന്റ് വളരെ പ്രധാനമാണ്. അതൊരിക്കലും മിസ് ചെയ്യരുത്. വീഡിയോ ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. നമുക്ക് തുടങ്ങാം. ലക്ഷണം 1. അനാവശ്യമായ വിമർശനം. ആദ്യത്തെ ലക്ഷണം, നിങ്ങളോട് അസൂയയുള്ളവർ ഒരു കാരണവുമില്ലാതെ നിങ്ങളെ വിമർശിക്കും. നിങ്ങൾ എത്ര നല്ല കാര്യം ചെയ്താലും അവർ പറയും, ഓ ഇതിലിപ്പോ ഇത്ര വലിയ കാര്യമൊന്നുമില്ല, അല്ലെങ്കിൽ നീ ചെയ്തത് ശരിയായില്ല. നിങ്ങളെ സഹായിക്കാനല്ല, മറിച്ച് നിങ്ങളെ താഴ്ത്തിക്കെട്ടാനാണ് അവർ വിമർശിക്കുന്നത്. ചാണക്യനീതിയിൽ പറയുന്നു, അസൂയ നിറഞ്ഞവർ മറ്റുള്ളവരുടെ വിജയത്തെ എപ്പോഴും ചെറുതായി കാണുന്നു. അവർക്ക് നിങ്ങളുടെ വിജയം അംഗീകരിക്കാൻ കഴിയില്ല. നീ വിജയിച്ചാൽ ഞാൻ തോറ്റുപോകുല്ലോ എന്ന ചിന്തയാണ് അവർക്ക്. ചാണക്യന്റെ ജീവിതം തന്നെ നോക്കൂ. നന്ദരാജാവിന്റെ സദസ്സിലെ മന്ത്രിമാർ ചാണക്യന്റെ ബുദ്ധിയിൽ അസൂയയുള്ളവരായിരുന്നു. ചാണക്യൻ എന്തു ഉപദേശം നൽകിയാലും അവർ കുറ്റപ്പെടുത്തുമായിരുന്നു. പക്ഷേ ചാണക്യൻ അതൊന്നും കാര്യമാക്കിയില്ല. അദ്ദേഹം തന്റെ ലക്ഷ്യത്തിൽ ഉറച്ചുനിന്നു. മഹാഭാരതത്തിൽ ദുര്യോധനനും പാണ്ഡവരോട് ഇങ്ങനെയായിരുന്നു. പാണ്ഡവർ ഇന്ദ്രപ്രസ്ഥം പണിതപ്പോൾ ദുര്യോധനൻ അതിൽ കുറ്റം കണ്ടുപിടിച്ചു. ഇത്തരം വിമർശനങ്ങൾ അവരുടെ അസൂയയാണ് കാണിക്കുന്നത്. അതുകൊണ്ട് ഇത്തരം വിമർശനങ്ങളെ ഭയപ്പെടാതെ മുന്നോട്ടു പോവുക. ലക്ഷണം 2. അപവാദങ്ങൾ പ്രചരിപ്പിക്കുക. നിങ്ങളെക്കുറിച്ച് ഇല്ലാത്ത കഥകളുണ്ടാക്കി പറഞ്ഞുപരത്തുന്നതാണ് രണ്ടാമത്തെ ലക്ഷണം. അവർ നേരിട്ട് നിങ്ങളോട് യുദ്ധം ചെയ്യില്ല, മറിച്ച് നിങ്ങളുടെ പേര് ചീത്തയാക്കാൻ ശ്രമിക്കും. ഓഫീസിലായാലും നാട്ടിലായാലും അവൻ ആ നേട്ടം കിട്ടിയത് അവൻ മേലധികാരിയുടെ കാലുപിടിച്ചിട്ടാണ് എന്നൊക്കെ അവർ പറയും. ചാണക്യൻ പറയുന്നു, പരദൂഷണം അസൂയയുടെ ഏറ്റവും വലിയ ആയുധമാണ്. ചാണക്യനെതിരെയും നന്ദരാജാവിന്റെ ആളുകൾ ഇങ്ങനെ അപവാദങ്ങൾ പറഞ്ഞുപരത്തിയിരുന്നു. എന്നാൽ ചാണക്യൻ ഇതിനെയെല്ലാം അവഗണിച്ചു. നിങ്ങൾക്കെതിരെ ആരെങ്കിലും രഹസ്യമായി സംസാരിക്കുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. അത് അവരുടെ അസൂയയാണ്. ലക്ഷണം 3. തീരുമാനങ്ങളെ സംശയിക്കുക. നിങ്ങൾ എന്ത് തീരുമാനമെടുത്താലും അവർ അതിൽ സംശയം പ്രകടിപ്പിക്കും. നീ എന്തിനാ അത് ചെയ്തത്? അത് ശരിയല്ല, നിനക്ക് പരാജയം സംഭവിക്കും എന്നൊക്കെ പറഞ്ഞ് നിങ്ങളുടെ ആത്മവിശ്വാസം തകർക്കാൻ അവർ ശ്രമിക്കും. ചാണക്യനീതി പറയുന്നു, അസൂയ വിശ്വാസത്തെ തകർക്കുന്നു. അവർക്ക് നിങ്ങളുടെ ബുദ്ധിശക്തിയെ അംഗീകരിക്കാൻ കഴിയില്ല. നിങ്ങൾ തുടങ്ങുന്ന ബിസിനസ്സോ എടുക്കുന്ന പുതിയ പ്രോജക്റ്റോ പരാജയപ്പെടും എന്ന് അവർ പറയും. ഇത് നിങ്ങളെ മാനസികമായി തളർത്താനുള്ള തന്ത്രമാണ്. ബുദ്ധിമാനായവൻ ഇത്തരം സംശയങ്ങളെ അവഗണിക്കണം എന്ന് ചാണക്യൻ ഓർമ്മിപ്പിക്കുന്നു. ലക്ഷണം 4. തകർക്കാൻ ശ്രമിക്കുക. നാലാമത്തെ കാര്യം, അവർ നിങ്ങളെ പരാജയപ്പെടുത്താൻ ഗൂഢമായി ശ്രമിക്കും. നിങ്ങളുടെ പ്ലാനുകൾ മുടക്കുക, ജോലിയിൽ തടസ്സങ്ങളുണ്ടാക്കുക എന്നിവ ഇവരുടെ രീതിയാണ്. ചാണക്യൻ ചന്ദ്രഗുപ്തനെ രാജാവാക്കാൻ ശ്രമിച്ചപ്പോൾ ശത്രുക്കൾ ആ പദ്ധതികൾ ചോർത്താൻ ശ്രമിച്ചിരുന്നു. എന്നാൽ ചാണക്യൻ വളരെ തന്ത്രപൂർവ്വം അതിനെ നേരിട്ടു. നിങ്ങളെ തകർക്കാൻ ആരെങ്കിലും പിന്നിലൂടെ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഓർക്കുക, അവർ നിങ്ങളുടെ തുറന്ന ശത്രുവല്ല, അസൂയ മൂത്ത രഹസ്യ ശത്രുവാണ്. ലക്ഷണം 5. നിങ്ങളുടെ സന്തോഷത്തിൽ അവർ ദുഃഖിക്കുന്നു. നിങ്ങൾ ഒരു സന്തോഷവാർത്ത പറയുമ്പോൾ അവരുടെ മുഖം മങ്ങുന്നുണ്ടോ? എങ്കിൽ സൂക്ഷിക്കുക. ചാണക്യൻ പറയുന്നു, അസൂയയുള്ളവൻ മറ്റുള്ളവരുടെ സന്തോഷത്തിൽ ദുഃഖിക്കുന്നു. നിങ്ങളുടെ പുതിയ കാർ, പുതിയ വീട് അല്ലെങ്കിൽ ജോലിയിലെ കയറ്റം, ഇതൊന്നും അവർക്ക് സഹിക്കില്ല. പുറമേ അവർ ചിരിച്ചേക്കാം, പക്ഷെ ഉള്ളിൽ അവർ നീറുകയാണ്. ഇത്തരക്കാരുടെ മൗനവും വാടിയ മുഖവും തിരിച്ചറിയുക. ലക്ഷണം 6. ആദ്യം സ്തുതി, പിന്നെ ചതി. അവർ നിങ്ങളുടെ മുന്നിൽ നിന്ന് നിങ്ങളെ വാനോളം പുകഴ്ത്തും, എന്നാൽ തിരിഞ്ഞാൽ മുതുകിൽ കുത്തും. ചാണക്യൻ പറയുന്നു, അമിതമായ സ്തുതി
അസൂയയുടെ മുഖംമൂടിയാണ്. നിങ്ങളുടെ വിശ്വാസം പിടിച്ചുപറ്റാനാണ് അവർ മുഖസ്തുതി പറയുന്നത്. ചാണക്യൻ ഇത്തരം ആളുകളെ ഒരിക്കലും വിശ്വസിച്ചിരുന്നില്ല. ആരെങ്കിലും അമിതമായി പുകഴ്ത്തുന്നുണ്ടെങ്കിൽ കരുതിയിരിക്കുക. സുഹൃത്തുക്കളെ, നിമിഷനേരം കൊണ്ടൊന്ന് നിർത്താം. നിങ്ങൾക്കായി ഇത്രയും വലിയ അറിവുകൾ കൊണ്ടുവരുന്ന ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാമോ? കമന്റിൽ നിങ്ങൾ എവിടെ നിന്നാണ് ഈ വീഡിയോ കാണുന്നത് എന്നുകൂടി പറയൂ. നമുക്ക് ബാക്കി നോക്കാം. ലക്ഷണം 7. അനാവശ്യ മത്സരം. 7ാമത്തെ ലക്ഷണം, അവർ എല്ലാത്തിലും നിങ്ങളോട് മത്സരിക്കാൻ വരും. അത് ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ പോലും. നിങ്ങൾക്കൊരു സാധനം കിട്ടിയാൽ അതിലും വലുത് അവർക്ക് വേണം. ഇത് ആരോഗ്യകരമായ മത്സരമല്ല, മറിച്ച് അസൂയയിൽ നിന്നുള്ള മത്സരമാണ്. ചാണക്യൻ തക്ഷശിലയിൽ പഠിപ്പിക്കുമ്പോൾ സഹപ്രവർത്തകർ അദ്ദേഹത്തോട് അനാവശ്യമായി മത്സരിച്ചിരുന്നു. ഇത്തരം മത്സരങ്ങളെ അവഗണിച്ച് നിങ്ങളുടെ ലക്ഷ്യത്തിൽ മാത്രം ശ്രദ്ധിക്കുക. ലക്ഷണം 8. നിങ്ങളുടെ പരാജയത്തിൽ സന്തോഷിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അബദ്ധം പറ്റിയാൽ അല്ലെങ്കിൽ പരാജയം സംഭവിച്ചാൽ അവർ ഉള്ളിന്റെയുള്ളിൽ സന്തോഷിക്കും. ചാണക്യൻ പറയുന്നു, മറ്റുള്ളവരുടെ വീഴ്ചയിൽ സുഖം കണ്ടെത്തുന്നവൻ സ്വന്തം പരാജയത്തിനുള്ള വഴിവെട്ടുന്നു. നിങ്ങളുടെ കഷ്ടപ്പാട് അവർക്ക് ആശ്വാസം നൽകുന്നുണ്ടെങ്കിൽ അവർ കടുത്ത അസൂയക്കാരാണ്. ലക്ഷണം 9. അനുകരണം. നിങ്ങൾ ചെയ്യുന്നതുപോലെ തന്നെ അവരും ചെയ്യാൻ തുടങ്ങും. നിങ്ങളുടെ സ്റ്റൈൽ, സംസാരിക്കുന്ന രീതി, ജോലി ചെയ്യുന്ന രീതി എല്ലാം അവർ കോപ്പി ചെയ്യും. എന്നാൽ ഇത് അവരുടേതാണെന്ന് വരുത്തി തീർക്കുകയും ചെയ്യും. ചാണക്യൻ പറയുന്നു, മറ്റൊരാളുടെ നിഴലിൽ നടക്കുന്നവൻ ഒരിക്കലും സ്വന്തം വെളിച്ചം കാണില്ല. അവർക്ക് നിങ്ങളെപ്പോലെയാകണം, പക്ഷെ അവർക്ക് സ്വന്തമായി കഴിവില്ലാത്തതുകൊണ്ട് അവർ അനുകരിക്കുന്നു. ലക്ഷണം 10. അമിതമായ ഇടപെടൽ. 10ാമത്തെ കാര്യം, അവർ നിങ്ങളുടെ കാര്യങ്ങളിൽ അമിതമായി തലയിടുന്നു. നിങ്ങളുടെ ശമ്പളം എത്രയാണ്? ബിസിനസ് എങ്ങനെ പോകുന്നു? റിലേഷൻഷിപ്പ് എങ്ങനെ? ഇങ്ങനെ എല്ലാ കാര്യങ്ങളും അവർക്കറിയണം. ഇത് നിങ്ങളെ സഹായിക്കാനല്ല, മറിച്ച് നിങ്ങളുടെ കുറവുകൾ കണ്ടുപിടിക്കാനാണ്. ചാണക്യൻ പറയുന്നു, നിങ്ങളുടെ രഹസ്യങ്ങൾ ചതുരനായ വ്യക്തിയുടെ അടുത്തു മാത്രമേ സുരക്ഷിതമായിരിക്കൂ. അനാവശ്യമായി ചോദ്യങ്ങൾ ചോദിക്കുന്നവരോട് അകലം പാലിക്കുക. ലക്ഷണം 11. സഹായം നിഷേധിക്കുക. നിങ്ങൾക്ക് അത്യാവശ്യമായി ഒരു സഹായം വേണ്ടിവരുമ്പോൾ അവർ കൈമലർത്തും. എനിക്ക് തിരക്കാണ് എന്ന് പറഞ്ഞ് അവർ ഒഴിഞ്ഞുമാറും. നിങ്ങൾ രക്ഷപ്പെടാൻ അവർ ആഗ്രഹിക്കുന്നില്ല എന്നതാണ് സത്യം. ചാണക്യൻ പറയുന്നു, സഹായത്തിന്റെ അഭാവം അസൂയയുടെ തെളിവാണ്. ലക്ഷണം 12. സുഹൃത്തുക്കളെ തട്ടിയെടുക്കുക. നിങ്ങളുടെ ഉറ്റ സുഹൃത്തുക്കളെ നിങ്ങളിൽ നിന്ന് അകറ്റാൻ അവർ ശ്രമിക്കും. നിങ്ങളുടെ ശക്തി നിങ്ങളുടെ ബന്ധങ്ങളാണെന്ന് അവർക്കറിയാം. അതുകൊണ്ട് നിങ്ങളുടെ സുഹൃത്തുക്കളോട് നിങ്ങളെക്കുറിച്ച് കുറ്റം പറഞ്ഞ് അവരെ വശത്താക്കാൻ ഇവർ ശ്രമിക്കും. ചാണക്യന്റെ ശത്രുക്കളും ഇത് ചെയ്തിരുന്നു. ലക്ഷണം 13. നേട്ടങ്ങളെ ചെറുതാക്കി കാണിക്കുക. നിങ്ങൾ എത്ര വലിയ കാര്യം നേടിയാലും അവർ പറയും, അതൊക്കെ വെറും ഭാഗ്യം കൊണ്ട് കിട്ടിയതല്ലേ. നിങ്ങളുടെ കഠിനാധ്വാനത്തെ അവർ അംഗീകരിക്കില്ല. ചാണക്യൻ ചന്ദ്രഗുപ്തനെ രാജാവാക്കിയപ്പോൾ ശത്രുക്കൾ പറഞ്ഞു, ഇതൊക്കെ നന്ദവംശം ദുർബലമായതുകൊണ്ട് സംഭവിച്ചതാണ്. അസൂയയുള്ളവർക്ക് നിങ്ങളുടെ മഹത്വം കാണാൻ കഴിയില്ല. ലക്ഷണം 14. ഇമോഷണൽ ബ്ലാക്ക്മെയിലിംഗ്. നമ്മൾ സുഹൃത്തുക്കളല്ലേ, നീ എനിക്കുവേണ്ടി ഇത് ചെയ്തില്ലല്ലോ എന്ന് പറഞ്ഞ് അവർ നിങ്ങളെ കുറ്റപ്പെടുത്തും. നിങ്ങളുടെ വികാരങ്ങളെ ഉപയോഗിച്ച് നിങ്ങളെ നിയന്ത്രിക്കാൻ അവർ ശ്രമിക്കും. ചാണക്യൻ പറയുന്നു, വികാരങ്ങൾ നിങ്ങളുടെ ശക്തിയാണ്, അത് ശത്രുവിന്റെ കയ്യിൽ കൊടുക്കരുത്. ലക്ഷണം 15. പഴയ തെറ്റുകൾ ഓർമ്മിപ്പിക്കുക. നിങ്ങളിപ്പോൾ എത്ര വിജയിച്ചാലും പണ്ട് നിങ്ങൾക്ക് പറ്റിയ ഒരു അബദ്ധം അവർ എപ്പോഴും ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങളുടെ ഇപ്പോഴത്തെ വിജയത്തിന്റെ ശോഭ കെടുത്താനാണ് അവർ ഇത് ചെയ്യുന്നത്. ചാണക്യൻ പറയുന്നു, ഭൂതകാലത്തെ മറന്ന് വർത്തമാനത്തിൽ ജീവിക്കുക. ലക്ഷണം 16-17. തടസ്സങ്ങൾ സൃഷ്ടിക്കുക ആൻഡ് പരിഹാസം. നിങ്ങളുടെ വഴിയിൽ തടസ്സങ്ങൾ ഉണ്ടാക്കുന്നതും നീ മിടുക്കനാണ്, പക്ഷേ നിനക്ക് ഭാഗ്യമുണ്ട് എന്നു പറയുന്നതുപോലെ ഒരേ സമയം പുകഴ്ത്തുകയും പരിഹസിക്കുകയും ചെയ്യുന്നതും അസൂയയുടെ ലക്ഷണമാണ്. നേരിട്ട് കുറ്റം പറയില്ല, എന്നാൽ ആ വാക്കുകളിൽ വിഷമുണ്ടാകും. ലക്ഷണം 18. നിങ്ങളുടെ സമ്പത്തിൽ കണ്ണുവെക്കുക. നിങ്ങളുടെ പണം, പദവി, സൗകര്യങ്ങൾ എന്നിവയിൽ അവർക്ക് കണ്ണുണ്ടാകും. ഇവൻ ഇതൊക്കെ എങ്ങനെ കിട്ടി? ഇത് എനിക്ക് കിട്ടേണ്ടതായിരുന്നു എന്ന് അവർ ചിന്തിക്കുന്നു. ലക്ഷണം 19. അകലം പാലിക്കുക. ഇതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. അവർ നിങ്ങളിൽ നിന്ന് അകലം പാലിക്കും. നിങ്ങളെ കാണുമ്പോൾ മുഖം തിരിക്കും, സംസാരിക്കാൻ മടിക്കും. കാരണം നിങ്ങളുടെ വിജയം അവരുടെ കണ്ണിന് കുളിർമയല്ല, മറിച്ച് വേദനയാണ് നൽകുന്നത്. ചാണക്യൻ തക്ഷശിലയിൽ പ്രശസ്തനായപ്പോൾ അസൂയയുള്ളവർ അദ്ദേഹത്തിൽ നിന്ന് അകന്നുമാറിയിരുന്നു. ആരെങ്കിലും നിങ്ങളിൽ നിന്ന് അകലുന്നുണ്ടെങ്കിൽ അവരെ നിർബന്ധിച്ചടുപ്പിക്കാൻ ശ്രമിക്കരുത്, അത് അവരുടെ അസൂയയാണ്. ലക്ഷണം 20. തുറന്ന ശത്രുത. അവസാനമായി അസൂയ മൂത്ത് അവർ നിങ്ങളുടെ തുറന്ന ശത്രുവാകും. ഗൂഢാലോചനകൾ പരാജയപ്പെടുമ്പോൾ അവർ നേരിട്ട് ആക്രമിക്കാൻ തുടങ്ങും. ചാണക്യൻ പറയുന്നു, തുറന്ന എതിർപ്പ് ശത്രുവിന്റെ പരാജയത്തിന്റെ ലക്ഷണമാണ്. അവർ അവരുടെ മുഖം മൂടി അഴിച്ചുമാറ്റി എന്നു മാത്രം. സുഹൃത്തുക്കളെ, ചാണക്യനീതിയിലൂടെ അസൂയക്കാരുടെ 20 ലക്ഷണങ്ങൾ നമ്മൾ മനസ്സിലാക്കി. ചാണക്യൻ പറഞ്ഞതുപോലെ ശത്രുവിനെ തിരിച്ചറിയുക എന്നതാണ് വിജയത്തിലേക്കുള്ള ആദ്യപടി. ഇന്ന് തന്നെ നിങ്ങളുടെ ചുറ്റുമുള്ളവരെ ശ്രദ്ധിക്കുക. ആരാണ് നിങ്ങളെ വിമർശിക്കുന്നത്? ആരാണ് നിങ്ങളുടെ സന്തോഷത്തിൽ വാടിപ്പോകുന്നത്? നിങ്ങളുടെ പ്ലാനുകൾ രഹസ്യമായി സൂക്ഷിക്കുക. സ്വന്തം തീരുമാനങ്ങളിൽ വിശ്വസിക്കുക.
അസൂയക്കാരെ നിങ്ങളുടെ വഴിയിൽ നിന്ന് മാറ്റുക. ചാണക്യനെപ്പോലെ ബുദ്ധിമാനാകൂ. തടസ്സങ്ങളെ അവസരങ്ങളാക്കി മാറ്റൂ. ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടപ്പെട്ടെങ്കിൽ ഇത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യൂ. അവരും അസൂയക്കാരെ തിരിച്ചറിയട്ടെ. നിങ്ങളുടെ അനുഭവങ്ങൾ താഴെ കമന്റ് ചെയ്യൂ. നിങ്ങൾ ഇത്തരം ആളുകളെ കണ്ടിട്ടുണ്ടോ? വിജയം നിങ്ങളുടേതാണ്. ആർക്കും അതിനെ തടയാനാകില്ല.